തുറമുഖ, ധാതു, ഏവിയേഷൻ മേഖലകളിൽ പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചും സ്വകാര്യ നിക്ഷേപം പ്രധാന നയമായും പ്രഖ്യാപിച്ചും വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ പരിഷ്കാരം ഉൾപ്പെടെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിലുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ വർധനവ് ബജറ്റിലില്ല. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി. ബിയറും വൈനും ഒഴികെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതോടെ വില കുറയും. കേരളത്തിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ ഉണ്ടാകണമെന്നതാണ് യു.ഡി.എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. സ്വകാര്യവൽക്കരണമല്ല ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞത്. ശരിയാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. വിവിധ പ്രതിനിധികൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ആർ ശ്രീത്തിലേക്ക് പോകുന്നു. ശ്രീത്ത്, യു.ഡി.എഫ് സർക്കാരിന്റെ പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം ഈ ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ യു.ഡി.എഫിന്റെ പ്രചാരണ രംഗത്ത് പ്രകടനപത്രികയിൽ അടക്കം പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരള സമൂഹം ഉണ്ടായത്. പക്ഷേ അത് തൊടാതെയുള്ള ബജറ്റാണ്. പക്ഷേ മറ്റു പല മേഖലകളിലേക്കും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും തുറമുഖ മേഖലയടക്കം പ്രഖ്യാപനങ്ങളുണ്ട്. സ്വകാര്യ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഈ ബജറ്റിലുടനീളം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവുമെല്ലാം. അതിൽ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നതും കണ്ടു. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ബജറ്റിനെ വിലയിരുത്താൻ കഴിയുന്നത്? പ്രജിൻ, 2026-27 സാമ്പത്തിക ബജറ്റും ധനവിനിയോഗ ബില്ലും നേരത്തെ പാസാക്കിയാണ് എൽ.ഡി.എഫ് സർക്കാർ കടന്നുപോയത്. എന്നാൽ അതിനുശേഷമുള്ള അന്ന് അവർ പാസാക്കിയ ബജറ്റ് പുതുക്കി അവതരിപ്പിക്കൽ എന്ന ദൗത്യമാണ് ആദ്യമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചത്. അപ്പോൾ അധിക വിഭവസമാഹരണവുമായി ബന്ധപ്പെട്ടും അധിക നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിമിതി ഈ ബജറ്റ് അവതരണത്തിൻ്റെ തുടക്കത്തിലേ ഉണ്ട് എന്ന കാര്യം നമ്മൾ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വാഗ്ദാനം, യു.ഡി.എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട അനുകൂല സൂചനകളൊന്നും ഈ ബജറ്റിലില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി നീക്കിവെച്ച തുക വളരെ കുറഞ്ഞുപോയി എന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. ഇത്തരത്തിൽ വകയിരുത്തലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉള്ളപ്പോഴും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതാണ് വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് എന്ന കാര്യം നിസ്സംശയം പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൻകിട നിക്ഷേപ മേഖലകൾ കണ്ടെത്തി അവതരിപ്പിക്കുന്നു എന്നതാണ്. അത് തുറമുഖ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. ഒരു മാരിടൈം ഹബ്ബായി കേരളത്തെ മാറ്റുന്ന, ഒരു മാരിടൈം സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റുക എന്നതാണ് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. ഒപ്പം തന്നെ ഏവിയേഷൻ മേഖലയിലും ധാതു ഖനന മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളും കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നു. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ചും കൊച്ചി തുറമുഖത്തോടനുബന്ധിച്ചുമുള്ള അനുബന്ധ വ്യവസായ പാർക്കുകളടക്കം ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ കാതലായ വിഷയത്തിലേക്ക് വന്നാൽ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ടും ഒരു നയമാറ്റത്തിൻ്റെ കൃത്യമായ സൂചന ഈ ബജറ്റ് നൽകുന്നുണ്ട്. ഭൂമിയുടെ ലഭ്യത അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തും. അത് വ്യവസായങ്ങൾ തുടങ്ങാൻ വരുന്നവരെ മുൻനിർത്തിയുള്ള ഒരു തീരുമാനമാണ്. ഒപ്പം തന്നെ ഭൂനിയമങ്ങൾ കാലാനുസൃതമാക്കും എന്നുള്ള പ്രഖ്യാപനവുമുണ്ട്. നേരത്തെ 2006-2011 വി.എസ്. അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യാനുള്ളൊരു നീക്കം അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നതാണ്. അന്ന് വി.എസ്. അച്യുതാനന്ദൻ്റെ കർക്കശമായ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇപ്പോൾ യു.ഡി.എഫ് സർക്കാർ ധൈര്യപൂർവ്വം ഭൂപരിഷ്കരണം അടക്കമുള്ള അല്ലെങ്കിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോൾ അത് കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന നിർണായകമായ ഒരു വിഷയമായി മാറും. ഒപ്പം തന്നെ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടും ഇതിനകത്തുണ്ട്. ഏവിയേഷൻ ഹബ്ബാണെങ്കിലും ഒപ്പം തന്നെ ധാതു ഖനന മേഖലയാണെങ്കിലും തുറമുഖ ഹബ്ബാണെങ്കിലും അവിടെയെല്ലാം സ്വകാര്യ നിക്ഷേപം ആകർഷിക്കണം എന്നതാണ് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊളിച്ചെടുത്തും അതിനായി ഒരു സമിതിയെ നിയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. ഒപ്പം തന്നെ ഒരു മനുഷ്യത്വപരമായ ഇടപെടൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഇതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചികിത്സ തേടുന്ന ആളുകളെ സഹായിക്കാനായുള്ളൊരു മിഷൻ രൂപീകരിക്കുന്നു. ആ മിഷനിലേക്ക് സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ വ്യക്തികൾക്കും സംഭാവനകൾ ചെയ്യാം. ലഭിക്കുന്ന സംഭാവനകൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട്.
ശ്രീത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷമടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഈ സ്വകാര്യ നിക്ഷേപം തന്നെയാണ്. അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് എങ്ങനെ ശരിയാകുമെന്ന ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട പദ്ധതികൾ അത് പദ്ധതി പ്രഖ്യാപനം നടത്തിയെങ്കിലും അതിലേക്ക് ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം കൂടി വരുന്നുണ്ടല്ലോ. പ്രജിൻ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആദ്യം അത് ആ ഒരു പ്രവർത്തന രീതി മനസ്സിലാക്കിയാൽ ഇതിൽ വലിയൊരു വിമർശനത്തിന് സാധ്യതയില്ല എന്ന കാര്യം വ്യക്തമാകും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി നീക്കിവെച്ച തുക വളരെ കുറഞ്ഞുപോയി എന്നാണ്. എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് 10 കോടി രൂപ ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഏതാണ്ട് 7,500 കോടി രൂപ അതിനായി മാത്രം നീക്കിവെക്കേണ്ടി വരും. മറ്റിനങ്ങളിലേക്ക് അതിൻ്റെ പദ്ധതികൾ അതിനെ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമായി അത് വരുന്നതിന് മുമ്പായി വരുമ്പോൾ അത്രയും തുക വേണ്ടിവരും. എന്നാൽ ഇപ്പോൾ 10 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചത്. അത് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. മലബാറിൽ രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതായി 50 കോടി രൂപ മാത്രമേ നീക്കിവെച്ചിട്ടുള്ളതെന്നും ഫണ്ട് നീക്കിവെക്കലിൻ്റെ ഭാഗമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഈ തുക. എന്നാൽ സ്റ്റേഡിയം നിർമ്മാണവും മറ്റും പൂർത്തിയാകണമെങ്കിൽ 1, 2, 3, 4 കൊല്ലം വരെ എടുക്കാം. സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത്രയും. അപ്പോൾ വരുന്ന കാലയളവിൽ വരുന്ന ബജറ്റുകളിൽ അതിനായി കൂടുതൽ പണം നീക്കിവെക്കുന്നതാണ് സർക്കാരിൻ്റെ രീതി. ഇപ്പോൾ ഉടൻ തന്നെ മുഴുവൻ പണവും നീക്കിവെക്കുന്ന ഒരു രീതിയില്ല. പ്രത്യേകിച്ചും സാമ്പത്തിക പരിമിതിയുള്ള ഒരു സംസ്ഥാന സർക്കാരിന് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തടസ്സമുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബജറ്റ് ഒരു പൂർണ്ണ ബജറ്റല്ല, മറിച്ച് മുൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൻ്റെ ഒരു ഓൾട്രേഷൻ ബജറ്റാണ്, അത് റിവൈസ്ഡ് ബജറ്റാണ് എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.